സൗദി പള്ളിയുടെ മുമ്പിലെ പാർക്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇന്നത്തെ ഫുഡ് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാകാം. അവിടുത്തെ സിമെന്റ് ബെഞ്ചിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഒരു മനുഷ്യൻ, മെലിഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ അടുത്ത് വന്നിട്ട് വയറിനിങ്ങനെ തട്ടിട്ട് കാണിച്ചു. ഒന്നും കഴിച്ചില്ല, 3 ദിവസമായി, പണിയില്ല. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് 5 കുബൂസുള്ള ആ കവറിൽ നിന്ന് 4 കുബൂസ് ഞങ്ങൾ കഴിച്ചിരുന്നു, ബാക്കി 1 കയ്യിലുണ്ട്. ആ ഒരു ബാക്കി വരുന്ന കുബൂസ് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചപ്പോൾ അതിങ്ങനെ 2 കൈയിലും ഉയർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ആ മനുഷ്യൻ പൊട്ടി കരഞ്ഞു. കാരണം 3 ദിവസം അയാൾ ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ളത്. ആ ഒരു കുബൂസ് കയ്യിൽ കിട്ടിയപ്പോൾ ആ മനുഷ്യന്റെ സങ്കടത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സഹോദരൻ, ഇതാണ് പലരുടെയും പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ഈ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട മനുഷ്യനെ നാട്ടിൽ വന്നാൽ അയാൾ അയച്ച കാശ് കൊണ്ട് മക്കൾ പഠിച്ച് വലുതായിട്ടുണ്ടാവും, ഭാര്യയും കുടുംബം സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. അവസാനം എന്തൊരു കാര്യം പറയുമ്പോൾ, മോനെ അങ്ങനെ ചെയ്യും, ബാപ്പ എന്തെങ്കിലും അഭിപ്രായം, ബാപ്പാക്ക് അതിനെ കുറിച്ച് എന്തറിയാം, ഒരടക്കാച്ചരക്കായി മുടക്കാച്ചരക്കായി വീട്ടിലൊരു ഭാരമായി കഴിയാണ് 10, 30, 35 കൊല്ലം പ്രവാസ ജീവിതത്തിന്റെ ദുരിതമനുഭവിച്ച മനുഷ്യൻ. ശ്രദ്ധിക്കണം സഹോദരിമാര്, ശ്രദ്ധിക്കണം മക്കളെ. അള്ളാന്റെ കോപം നമുക്ക് വരാൻ വേറൊരു കാരണവും വേണ്ടി വരില്ല.